ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞങ്ങൾ പോണത് നമ്മളെ ഉത്താൻ്റെ സ്കൂളിൽ ആനുവൽ ഡേ ഉണ്ട്. അപ്പം അതിൻ്റെ പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ പരിപാടിയും ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് പോണത് കേട്ടോ. വൈകിട്ടാണ് പരിപാടി. ഒരു 6 മണി ഒക്കെ ആകുമ്പോഴാണ് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മളെ പരിപാടി തുടങ്ങാമെന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ ഇതേ നടന്ന് പോവുകയാണ്. താത്തയും ഞാനും ഉമ്മയും കുഞ്ഞാറ്റയും നീച്ചുമോനൊക്കെ ഉണ്ട്. ഉത്താൻ പിന്നെ ഉച്ചക്ക് പോയതാണ് കേട്ടോ. അപ്പോൾ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം ഉച്ചക്ക് പോയത്. ഇതാണ് കേട്ടോ അവൻ്റെ സ്കൂള്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തൊട്ടടുത്താണ് സ്കൂള്, പക്ഷേ ഇങ്ങനെ പോകാൻ വഴിയില്ല. അപ്പോൾ വളഞ്ഞിട്ട് വേണം പോകാൻ, മെയിൻ റോഡിൽ കൂടെ ഒക്കെ വേണം പോകാൻ. അപ്പോൾ അതേ ഞങ്ങൾ അങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ അവനാണെന്നുണ്ടെങ്കിൽ ഏത് പാട്ടാണെന്ന് ചോദിച്ചാൽ അവനക്കറിയില്ല. ഡാൻസ് പറഞ്ഞാലും അവനക്ക് സ്റ്റെപ്പൊന്നും കളിക്കാൻ അറിയില്ല കേട്ടോ. സംഭവം അവിടെ പോയപ്പോഴാണ് ഞങ്ങൾക്കും മനസ്സിലായത്. ഞങ്ങൾക്കും ഈ പാട്ട് ഇതുവരെ കേട്ടിട്ടില്ല. ഒരു ഹിന്ദി പാട്ടാണ് കേട്ടോ. അപ്പോൾ ഫുള്ള് ഹിന്ദി സോങ്ങുകളാണ് എല്ലാവരതും. മിക്ക പാട്ടുകളും ഹിന്ദിയാണ്. എന്താ പറയുക, ഞാൻ എപ്പോഴും ഒരു വരി പറഞ്ഞ് തരാറുണ്ട്. അപ്പം ഞങ്ങൾക്ക് അത് ഏതാണെന്നൊന്നും മനസ്സിലായില്ല. ഇതുവരെ കേൾക്കാത്തൊരു പാട്ട്. അപ്പോൾ അവനക്ക് അറിയാണ്ടായിരിക്കും എന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. നോക്കുമ്പോൾ അവിടെ ചെന്നപ്പോഴും നമുക്ക് മനസ്സിലായില്ല കേട്ടോ. അതുവരെ കേൾക്കാത്ത പാട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് ആ സ്കൂളിൻ്റെ തന്നെ പള്ളിയാണ് കേട്ടോ, ക്രിസ്ത്യൻ പള്ളിയാണ്. അപ്പോൾ കുറച്ചങ്ങോട്ട് നടക്കാണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തരൊക്കെ അങ്ങനെ വന്ന് തുടങ്ങണമല്ലോ. നോക്കുമ്പോൾ ഉദ്ഘാടനമൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതേ എന്താ പറയുക, കുട്ടികൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കറി വെക്കണൊക്കെ പരിപാടിയാണ് ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേ ഇങ്ങനെയാണ് പോണേ. ഫ്രണ്ടിൽ കൂടെയാണ് പോണേ. ഫ്രണ്ടിൽ കൂടെ എന്ന് വെച്ചാൽ ഇതേ ഉത്താൻ്റെ സ്കൂള് ഐ ലവ് പള്ളോട്ടി എന്ന് എഴുതിയതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഉത്താൻ്റെ സ്കൂള് ക്ലാസ് വരുന്നത്. ഇത് വലിയ ക്ലാസ് വരെ ഭാഗം ഉണ്ടാ ഈ സ്റ്റേജും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോണത് ഒരു ചെമ്മണ്ണൂരിലത്തെ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒരു കാർഡ് തന്നിട്ടുണ്ടായിരുന്നു, ഒരു കൂപ്പൺ തന്നിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ അതിൽ നറുക്കെടുപ്പിലൂടെ അടിക്കണത് ഒരു ചായപ്പൊടിയാണ് പാക്കറ്റ്. അപ്പോൾ ബോബി ചെമ്മണ്ണൂരിൻ്റെ ചായപ്പൊടിയില്ലേ, ബോച്ചറ്റി, അതാണ് അടിക്കണത്. അപ്പോൾ അതേ ഞങ്ങൾ ആക്കെ ഫില്ല് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചെന്നിട്ടാ. അപ്പോൾ അവിടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. With a grand celebration filled with patriotism and a deep sense of national pride. The event commenced with the hoisting of the tricolor flag accompanied by the national anthem and solemn big salute. Onam celebration. Palloti School celebrated Orumayode Onam, showcased Kerala's rich cultural heritage through traditional events. Students and staff dressed in vibrant traditional attire. Students from different grades participated in various traditional events including Onam Pookalam, Onam Paattu, Uriyadi, Vadavali and some other games. Together for Thrissur is a heartwarming initiative by Thrissur Corporation and personal development. Father Chitin's dedication to our community and his vision for the future inspire us all. Please join me in welcoming him to deliver today's welcome speech. Education is the most powerful weapon which you can use to change the world, says Nelson Mandela. Good evening, everyone present here. Respected dignitaries, esteemed guests, beloved parents, dedicated teachers, and my dear students. It gives me immense pleasure to welcome
each and every one of you to Aurora 2024, our annual day. അപ്പോൾ പരിപാടി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കാൻ വിചാരിച്ച് പോയതാണ് കേട്ടോ. അപ്പോൾ ഉള്ളി ബജു പിന്നെ ബോണ്ടയും ഒക്കെ മേടിച്ച് പിന്നെ നീച്ചുമോനക്ക് ഒരു ഐസ്ക്രീമും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞാറ്റ എന്നുണ്ടെങ്കിൽ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ അത് കാരണം കുഞ്ഞാറ്റക്ക് മേടിച്ചില്ല. കുഞ്ഞാറ്റക്ക് പിന്നെയാണ് മേടിച്ചു കൊടുത്തത്. ഉത്താനക്കും കുഞ്ഞാറ്റക്കൊക്കെ കൂടെ പിന്നെയാണ് മേടിച്ചു കൊടുത്തത്. അപ്പോൾ അതവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. Spirits and nourish the life. അപ്പോൾ ഈ കഴിഞ്ഞതാണ് കേട്ടോ ഉത്താൻ്റെ പരിപാടിയായിരുന്നു. ഈ കാണാനല്ല അതിൻ്റെ മുന്നത്തെ പരിപാടിയായിരുന്നു ഉത്താൻ്റെ. അപ്പോൾ കണ്ടുപിടിക്കാൻ പെട്ട പാട് ഞങ്ങൾക്കേ അറിയൂ. ക്ലാസ് മൊത്തം ഉണ്ടായിരുന്നു കേട്ടോ ഡാൻസ്. അത് നോൺ സ്റ്റോപ്പ് പാട്ട് പോലെ ആയിരുന്നു. എല്ലാ ഡാൻസ് ആണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ. അനൗൺസ് ചെയ്യണമെന്നില്ല ക്ലാസ് ഏതാന്നാ അവരുടെ പേരൊന്നും വിളിച്ചു പറയണില്ല. അപ്പം അത് കാരണം നമുക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര ഇതായിരുന്നു. പിന്നെ ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ അതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ എൻ്റെ മെമ്മറി ഫുള്ളായി. ഇങ്ങനെ യൂട്യൂബിൻ്റെ വീഡിയോ ഒക്കെ എടുക്കണ കാരണം ഞാൻ കുറേയൊക്കെ ഡിലീറ്റ് ചെയ്യാണ്ട് ഇടും. അപ്പോൾ അത് കാരണം മെമ്മറി ഫുള്ളായിട്ട് പിന്നെ എനിക്കത് കാണാൻ പറ്റിയില്ല. ഞാനപ്പോൾ ഇവൻ്റെ വീഡിയോ ബാഗ് എടുക്കാൻ വേണ്ടിയിട്ട് അത് സ്റ്റോറേജ് ക്ലിയർ ആക്കണ തിരക്കിലായിരുന്നു. അപ്പോൾ എനിക്കും കാണാൻ പറ്റിയില്ല എന്തായാലും. അപ്പോൾ ബാക്കി പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് ഞങ്ങൾ ഉത്താനൊന്ന് വിളിക്കാൻ പോയിട്ടോ. കുഞ്ഞാറ്റ എണീറ്റപ്പോൾ കുഞ്ഞാറ്റൊക്കെ ഐസ്ക്രീം മേടിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഉത്താൻ്റെ പരിപാടി കഴിഞ്ഞപ്പോൾ പിന്നെ കുട്ടികളൊക്കെ എല്ലാവരും കൊണ്ടുവരികയുണ്ട്. അപ്പോൾ ഉത്താൻ ഇവിടെ നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ ടീച്ചേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഉത്താനെ വിളിക്കാൻ വേണ്ടി അങ്ങ് പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികൾക്ക് ഐസ്ക്രീം മേടിച്ചു കൊടുക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഇപ്പോൾ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ വയനാട്ടിലത്തെ പരിപാടിയുണ്ട്. വയനാട്ടിലത്തെ ദുരന്തം ഉണ്ടായത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ പരിപാടിയാണ് ഇപ്പോൾ ലാസ്റ്റ് നടക്കുന്നത്. അപ്പോൾ അതെനിക്ക് ശരിക്കൊന്നും കാണാനും പറ്റിയില്ല, മര്യാദക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവസാനമാണ് ഒരു ഇത്തിരി ഭാഗം കിട്ടി. അപ്പോൾ അതെന്താണ് സംഭവം എന്ന് ഞാൻ കാണുകയും ചെയ്തില്ല. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമുണ്ടായിരുന്നു കാണാൻ. ഇങ്ങനെ വയനാട്ടിൽ അതൊന്നും കണ്ടപ്പോൾ കാണാൻ ഇഷ്ടമുണ്ടായിരുന്നു, പക്ഷെ അത് കാണാൻ പറ്റിയില്ല. പിന്നെ അത് ലാസ്റ്റ് ടീച്ചേഴ്സ് കൂടെ എന്തോ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവർ ഡാൻസ് പഠിപ്പിച്ചത് ടീച്ചേഴ്സാണ് കേട്ടോ. അപ്പോൾ വീട്ടുകളിൽ നിന്ന് അവർക്ക് ഇഷ്ടമുള്ള പാട്ടെടുക്കുക അങ്ങനെ ഒന്നല്ല. ഇത് ടീച്ചേഴ്സാണ് പഠിപ്പിച്ചത്. 3 മാസം കൊണ്ട് പഠിപ്പിച്ചെടുത്തതാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ഡാൻസും ആയിരുന്നു കേട്ടോ. ഡാൻസ് ആണെങ്കിലും ഡ്രസ്സിങ് ആണെങ്കിലും ഒക്കെ നല്ല അടിപൊളി ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ പറയുക, ദേശീയഗാനം ചൊല്ലിയിട്ട് എല്ലാവരും പിരിഞ്ഞു പോകാൻ പോകും. शुभ आशीष मांगे गाहे तव जय गाथा जन गण मंगलदायक जय हे मानस. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ പോയി തുടങ്ങിയിട്ട്, കുറച്ചധികം ആൾക്കാരൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ലാസ്റ്റാണ് ഇറങ്ങിയത്. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ പിറ്റേ ദിവസം തനിക്ക് ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് അനൗൺസ് ചെയ്യണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോകാൻ നിൽക്കേണ്ട. പോണ വഴിക്ക് എന്താ പറയുക, ഞങ്ങൾ തട്ടുകടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 11 മണി കഴിയുമ്പോൾ അപ്പോൾ അതും കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവേണ്ട. അപ്പം ഞാൻ കഴിച്ചത് കൊത്തു പൊറോട്ട ഉണ്ടാ. അപ്പോൾ കുറേ ഇങ്ങനെ കഴിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് കാരണം കൊത്തു പൊറോട്ട കഴിച്ച്. അപ്പോൾ പിന്നെ ഉമ്മയും ഞാനും കൂടെയാണ് കൊത്തു പൊറോട്ട മേടിച്ചത്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെയാണ് കഴിച്ചത്. ഉമ്മ കുറച്ച് കഴിച്ചോളൂ, ഞാൻ ഫുള്ളായിട്ട് കഴിച്ചു. എങ്ങനെയൊക്കെ കഴിച്ചെടുത്ത്. പിന്നെ ഇച്ചുമോനക്ക് ഒരു മുട്ട ഒഴുങ്ങിയതും മേടിച്ച്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷത്തിലുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു.